ഹായ് ഫ്രണ്ട്സ്, മാർക്കറ്റിലെ വീക്ക്നെസ്സിനെ കുറിച്ച് കഴിഞ്ഞ ബുധനാഴ്ച മുതൽ എൻ്റെ എല്ലാ വീഡിയോയിലും മാർക്കറ്റ് വീക്ക് ആകുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താങ്കളത് കണ്ട് കാണും, മനസ്സിലാക്കി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനും പറഞ്ഞു മടുത്തുപോയി. എല്ലാ ദിവസവും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള കാര്യം സംസാരിക്കാമെന്ന് വെച്ചു. എനിവേ, ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം താങ്കൾ ശ്രദ്ധിച്ച് കാണുമോ എന്ന് എനിക്കറിയില്ല. ഇന്നലെ ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റ് ഒന്ന് കോൺട്രാക്ട് ചെയ്തിട്ട് കൺസോളിഡേഷനിൽ വന്നിട്ട് വേണം ബ്രേക്ക് ഔട്ടോ ബ്രേക്ക് ഡൗണോ സംഭവിക്കാനായിട്ട്. കോൺട്രാക്ഷൻ വരുന്ന പ്രവണത കാണിച്ചിട്ട് കൺസോളിഡേഷനിൽ നിന്നില്ല. അതിന് മുമ്പ് തന്നെ മാർക്കറ്റ് ബ്രേക്ക് ഡൗൺ ആയി പോയെന്ന് വെച്ചാൽ വീക്ക്നെസ് ആയിരിക്കാം. ബേസിക്കലി ഒരു വീക്ക്നെസ് ആണ്. പിന്നെ എന്താ പറയുക, മിഡിൽ ഈസ്റ്റിൽ വീണ്ടും ഒരു സംഘർഷത്തിന്റെ സാധ്യത കണ്ടുകൊണ്ടായിരിക്കാം കുറെ കറക്ഷൻ വന്നത്. അതും അതിൻ്റെ കൂട്ടത്തിൽ സംഭവിക്കാവുന്ന കാര്യമാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്നലെ മാർക്കറ്റ് താഴെ പോയതിനു ശേഷം, ഇന്നലെ ക്ലോസ് ചെയ്തതിനു ശേഷം വന്ന എക്സലന്റ് GDP റേഷ്യോ YOY ഇയർ ഓൺ ഇയർ അനാലിസിസ് നമുക്ക് ഗ്രോത്ത് ആണ് സംഭവിച്ചത്. അതിന്റെ പുറത്ത് ഇന്നലെ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ രാത്രിയിൽ ഗിഫ്റ്റ് നിഫ്റ്റി കയറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ മൺഡേ ഓപ്പണിംഗ് സെഷൻ എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ വളരെ സർപ്രൈസിങ് ആകാനുള്ള സാധ്യതകളുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ന് രാത്രിയാണ് നമ്മുടെ റിലേറ്റീവ് സ്ട്രെങ്തിനെ കുറിച്ചുള്ള ചെറിയ സെഷൻ വെച്ചിരിക്കുന്നത്. തീർച്ചയായും മൊബൈലിൽ പങ്കെടുക്കാൻ പാടില്ല. കാരണം മൊബൈലിൽ പങ്കെടുത്തുകൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല. ഞാൻ രാവിലെ തന്നെ ആൾക്കാർക്ക് അത് എന്നോട് റിക്വസ്റ്റ് ചെയ്ത ആൾക്കാർക്കെല്ലാം ലിങ്ക് അയച്ചു കൊടുക്കുന്നതായിരിക്കും. ഇനി ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് prosip23@gmail.com മെയിൽ അയച്ചാൽ ഞാൻ ഡീറ്റെയിൽ അയച്ചു തരുന്നതായിരിക്കും.